ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൊല്ലം ജില്ല ഒരുങ്ങിയെന്ന് കളക്ടർ എൻ ദേവിദാസ്. ഇത്തവണ 22,795 കന്നി വോട്ടർമാരാണ് ജില്ലയിലുള്ളതെന്ന് ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ കൂടിയായ കളക്ടർ അറിയിച്ചു. കൊല്ലം ജില്ലയിൽ ഇത്തവണ 21 ലക്ഷം പേരാണ് വോട്ട് ചെയ്യാനുള്ളത്. ഇതിൽ 9 ലക്ഷത്തിലധികം പുരുഷന്മാരും 11 ലക്ഷത്തിലധികം സ്ത്രീകളുമാണ്. അതിൽ 22,795 കന്നി വോട്ടർമാരുണ്ട്. 19 പേർ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലും 1951 പോളിംഗ് സ്റ്റേഷനുകളാണ് ജില്ലയിൽ ക്രമീകരിച്ചിട്ടുള്ളത്. 85 വയസ്സിന്മേൽ പ്രായമുള്ളവർക്ക് വീട്ടിൽ തന്നെ വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ക്രമീകരിച്ചിട്ടുണ്ട്. EVM അടക്കം എല്ലാ പോളിംഗ് ക്രമീകരണങ്ങളും സജ്ജമാണെന്നും ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. പോളിംഗ് സ്റ്റേഷനുകളുടെ സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനും പൂർണ്ണമായിട്ടും സജ്ജമായിട്ടുണ്ട്. അതിർത്തിയിലെ ചെക്ക് പോസ്റ്റുകളുടെ സുരക്ഷയും അതിൻ്റെ പരിശോധനയും നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 85 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള വോട്ടർമാർക്ക് അവരുടെ വീടുകളിൽ നിന്നും വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തമിഴ്നാടിനോട് ചേർന്നുള്ള ജില്ലയായതിനാൽ അതിർത്തിയിൽ സുരക്ഷ കർശനമാക്കുമെന്നും ഇത് സംബന്ധിച്ച് തെങ്കാശി കളക്ടറുമായി ചർച്ച നടത്തുമെന്നും കളക്ടർ വ്യക്തമാക്കി. അതേസമയം കിടപ്പ് രോഗികൾക്ക് വീട്ടിൽ വോട്ട് രേഖപ്പെടുത്താനുള്ള ക്രമീകരണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിട്ടില്ല. പ്രായമായവരെ പോലെ കിടപ്പ് രോഗികൾക്കും പ്രത്യേക പരിഗണന നൽകണമെന്ന ആവശ്യം ശക്തമാണ്. പെരുമാറ്റച്ചട്ടലംഘനം നടന്നാൽ നടപടി ഉണ്ടാകുമെന്നും കളക്ടർ പറഞ്ഞു. റിപ്പോർട്ടർ, കൊല്ലം.